സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം. അപ്പോൾ നമ്മൾ മഹാകുംഭമേളയിൽ കഴിഞ്ഞ വർഷം പോയിരുന്നു. അപ്പോൾ ഈ വർഷവും ഇതിപ്പോൾ രണ്ടാമത്തെ കുംഭമേളയുടെ വീഡിയോ ആണ്. അപ്പോൾ ഇത് 3 ദിവസമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തതാണ്. ഇത് ഫസ്റ്റ് ഡേ 24th പോയി. ആൻഡ് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിൽ കണ്ടോ ഞങ്ങളുടെ സാരഥിയായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് നമ്മുടെ ഗണേശനാണ്. അപ്പോൾ ഗണേശനെയൊക്കെ വണങ്ങിയിട്ടാണ് നമ്മൾ പോണത്. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ് ബ്ലെസ്സിങ് ആക്ച്വലി ടു സീ the nature is also going along with us. അതാണ് കാര്യം. അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി, ഒരു 7:30 ആയപ്പോൾ ഇറങ്ങി. ആൻഡ് ഞങ്ങൾ രുചി പഴയടം നമ്മളെ ചങ്ങരംകുളം ഭാഗത്ത് ആണ് ഇത്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പൂരിയും മസാല, ഒരു ഡിഫറെൻറ്റ് കറിയൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കറിയൊക്കെ. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരിട്ട് നമ്മൾ കുംഭമേളയിലേക്ക്, എന്തായാലും കുറച്ച് കിലോമീറ്റേഴ്സേ ഉള്ളൂ മറ്റേ അമ്പലത്തിലേക്ക്, തിരുനാവായ അമ്പലത്തിലേക്ക്. ആൻഡ് ഞങ്ങൾ പോണ വഴിയാണ് ഇതൊക്കെ. ആൻഡ് ഓഫ് കോഴ്സ് കവാടത്തിന് മുന്നിൽ എത്തി ഞാനൊരു വീഡിയോ എടുത്തു. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊക്കെ ഷോർട്ട്സായിട്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നല്ല തിരക്കാണ്. ഞങ്ങൾ ആദ്യം ദിവസം പോയ പോലെയല്ല പിന്നത്തെ ദിവസങ്ങളിലൊക്കെ. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരക്ക് കൂടി വരും. ഇപ്പോൾ അധികം തിരക്കാണ്. അപ്പം അന്ന് എന്താണെന്ന് വെച്ചാൽ ബലിയിടണ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു 24th. സോ അതിൻ്റെ തിരക്കും ഉണ്ട്, അതാണ് കാര്യം. അപ്പോൾ അതിങ്ങനെ വരിയായിട്ട് ആൾക്കാർ വന്ന് ഓരോ നമ്പറൊക്കെ ഉണ്ട്, കൗണ്ടറൊക്കെ. അപ്പോൾ നമ്മൾ വന്ന് ഷീട്ടാക്കുക, എന്നിട്ട് നമ്മളത് ചെയ്യുക. ഇതാണ് നിള റിവറാണ്. അപ്പോൾ റിവറിൻ്റെ വീഡിയോ എടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശരിക്കും പറയാം, ആ സൂര്യൻ്റെ ഇതൊക്കെ. അപ്പോൾ ആ സമയത്ത് ദൂരെ കാണുന്നതാണ് നമ്മുടെ ആരതിയുടെ ഇതാണ്, നീള ആരതി ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാനിത് അവിടെ ഒരു ആൽമരമൊക്കെ ഉണ്ട്. അപ്പോൾ ആൽമരം നല്ല രസമാണ് ശരിക്കും, ആ കാറ്റും ആ ഒരു ആൽമരത്തിൻ്റെയൊക്കെ ഇത്. ഞാൻ ഇറങ്ങി ഒന്ന് പോയിട്ട് ചെന്നൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഇറങ്ങി ഒന്ന് തൊടാം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോവാണ്. വഴുക്കൽ എന്ന് പറഞ്ഞാൽ ഇല്ല, പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് പോകണം, അത്രയേ ഉള്ളൂ. ഈ ഒരു ഭാഗത്താണ് കൽപ്പടവൽ ഉള്ളത്. മറ്റടുത്ത് പോയി കഴിഞ്ഞാൽ ഫുൾ മണ്ണാണ്, അത് വ്യത്യാസമുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കുറച്ച് ദൂരം 2-3 സ്റ്റെപ്പും കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്നാനം ചെയ്യാം. ആ കമ്പി കാണുന്ന അത് നമുക്ക് അവിടെ പിടിച്ചിട്ട് അവിടം വരെ ഉള്ളൂ. നമുക്ക് ഭയങ്കര ഒഴുക്കാണ്. അപ്പോൾ ഈ ഒഴുക്ക് കൂടി തുടങ്ങി ശരിക്കും പറയാന്ന് വെച്ചാൽ. അതാണ് നിങ്ങൾക്ക് ഈ കാണുന്ന ആ വേവ്സ് കണ്ടോ, ആ ശക്തി ഭയങ്കര ശക്തിയാണ്. അപ്പോൾ നമ്മൾ പിടിച്ച് തന്നെ നമുക്ക് ഇറങ്ങി പോവാം. ആൻഡ് ഇറ്റ് വാസ് അമേസിങ് ശരിക്കും പറയാന്ന് വെച്ചാൽ. സെക്കൻഡ് ടൈം പോയപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുത്തു. അമ്മയാണെങ്കിൽ അവിടെ മുകളിൽ നിൽക്കുകയാണ് താഴേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ ഞങ്ങൾ സ്നാനവും ചെയ്തു. ആൻഡ് സ്നാനം ചെയ്തപ്പോൾ പിന്നെ അധികം തിരക്കാവണതിന് മുന്നേ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റി. എന്തോ ഭാഗ്യത്തിന് ഇറങ്ങാൻ പറ്റി. ഇറങ്ങി സ്നാനവും ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ വഴിപാടുകളൊക്കെ, ഓരോ പൂജകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കുകയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ബുക്ക് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സോ യു ക്യാൻ പോസ്റ്റ് ദിസ് ആൻഡ് ടേക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇതൊരു അവിടുത്തെ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വിഷ്വൽസാണ് ഇതൊക്കെ. ഓഫീസൊക്കെ ഉണ്ട്. അപ്പോൾ അത് അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ്. ഇതവിടെ ഒരു ഗണേശനെ വെച്ചിട്ടുണ്ട് മീഡിയ സെൻറ്ററിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ, ഒരു വലിയ ഗണേശൻ്റെയാണ്. അപ്പോൾ ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുമായിരുന്നു. പിന്നെ ഇതൊരു ഫോട്ടോ ഫുൾ അമ്പലത്തിൻ്റെ ടോപ്പ് വ്യൂ അവിടെ വെച്ചേക്കായിരുന്നു, ഫ്രെയിം ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇതാണ് ശരിക്കും അമ്പലം, അത്രയേ ഉള്ളൂ അമ്പലം. പക്ഷേ അപ്പോൾ ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവർ തന്നു, ഉപ്പുമാവായിരുന്നു.
അപ്പോൾ അതിൻ്റെയും വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷോർട്സിൽ. ഞങ്ങളത് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നീള റിവർ ഇങ്ങനെ വെറുതെ ആസ്വദിച്ച് അതിങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഞാൻ ആ ആൽമരത്തിൻ്റെ മുകളിലിരുന്നിട്ടാണ് ഇത് എടുക്കണേ കേട്ടോ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വരയ്ക്കണം എന്നുണ്ട്. സോ ഐ തോട്ട് ഒരു വിഷ്വല് മുകളിലിരുന്നുള്ള വിഷ്വല് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. സോ ഐ ഡിഡ് എൻ ഇലസ്ട്രേഷൻ. അതും ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടായിരുന്നു, ട്രാവൽ വിത്ത് മീ എന്ന് പറഞ്ഞിട്ട്. അതൊരു ട്രാവൽ ഇലസ്ട്രേഷൻസ് പോലെയാണ്. അപ്പോൾ ഞാനിതൊരു സീരീസ് പോലെയാണ്. അപ്പോൾ എവിടേക്കാണ് ഞാൻ ട്രാവൽ ചെയ്തതെന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രാവൽ വിത്ത് മീ ഒരു ബുക്ക് ഞാനിങ്ങനെ കൊണ്ടുനടക്കുന്നതാണ്. അപ്പോൾ 24th ഞാൻ ഇതൊക്കെയാണ് ചെയ്തത്. കുറച്ച് സന്യാസിമാരിങ്ങനെ ബോട്ടിൽ പോയിരുന്നു. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വരച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആസ്വദിക്കായിരുന്നു. നല്ല രസമാണ്, കാറ്റ് ഒക്കെ. അധികം ആൾക്കാർ വരണമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഊണായപ്പോൾ അത് വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു. അമ്മയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്ററും ഹസ്ബൻഡും എന്നുവെച്ചാൽ പേരശി അവരൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കൂടെയായിട്ടാണ് കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഒരു കൽവിളക്ക് ഉണ്ടായിരുന്നു ബാക്കിൽ, അമ്പലത്തിൻ്റെ ബാക്കിൽ. അപ്പോൾ അതൊന്ന് ഇത് ശരിക്കും അമ്പലത്തിൻ്റെ ബാക്കാണത്. വീഡിയോ എടുത്ത് തരികയാണ്. നല്ലൊരു കൊച്ചു അമ്പലമാണെങ്കിലും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ശരിക്കും പറയാൻ വെച്ചാൽ. എന്നിട്ട് ഞാൻ വീഡിയോ കാണിക്കേണ്ടത്, ഞാൻ ആ നിളയിലേക്ക് പോകാനുള്ള ഇവിടെ നിന്നാൽ നമുക്ക് ആ നിള റിവറിൻ്റെ അപ്പുറത്തെ സൈഡിലത്തെ ഇത് കാണാം. സോ ദാറ്റ്സ് വാട്ട് ഐ എം ഷോയിങ് ദിസ്. ഈ ഒരു വീഡിയോ അതാണ്. നേരെ കാണുന്ന ആ ഗേറ്റ് ഇവർ അടച്ചിട്ടേക്കാം, അല്ലെങ്കിൽ ആൾക്കാർ അതിൽ കൂടെ ഒക്കെ പോവും. അത് കാരണം നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആരതിയുടെ ആ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ഷോ ദാറ്റ് എത്ര ദൂരമുണ്ട് എന്നുള്ളത്. ആൾക്കാർക്ക് പോവുകയാണെങ്കിൽ ഇനിയും ആൾക്കാർക്ക് പോവാം. ഇതൊരു വിഷ്വലാണ്, അമ്പലത്തിൻ്റെ ഒരു വിഷ്വൽ സൈഡിലായിട്ട് എടുത്ത ഒരു വിഷ്വലാണ്. നല്ല രസമുണ്ട് ശരിക്കും. ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. വലിയൊരു ബ്ലെസ്സിങ്. എഗെയിൻ അക്കാടെ കാണാൻ പറ്റി, ഡയറക്റ്റ് പോയി മിണ്ടി പ്രസാദമൊക്കെ കിട്ടി. അപ്പോൾ ഭയങ്കര ബ്ലെസ്സിങ് ആണ്, ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരമൊക്കെ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് എൻ്റെ അമ്മേ, ആ പാലത്തിലേക്ക് പോകാനുള്ള ക്യൂ ആണിത്. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് എത്രയോ നേരം നിന്നിട്ടാണ്, പക്ഷേ ഫൈനലി വി മേഡ് ഇറ്റ്. ആക്ച്വലി നമ്മൾ വിചാരിച്ചു ഇത് എന്ന് വെച്ചാൽ ആൾക്കാരിങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ പാലം തുറന്ന ശേഷം ഉള്ള ഒരു തിരക്കാണിത്. ഇപ്പോഴും നല്ല തിരക്കാണ്. അപ്പോൾ പോലീസുകാരൊക്കെ അവിടെ നിൽക്കണുണ്ട്. ബട്ട് ഇറ്റ് വാസ് കൺട്രോൾഡ് ആക്ച്വലി. വരി പോലെ തന്നെ എന്ന് വെച്ചാൽ അധികം പാലത്തിലേക്ക് കുറേ പേരെ ഒന്നിച്ചറ്റ ടൈം വിടണില്ല. അപ്പം അതിങ്ങനെ എന്താ പറയുക, വരിയായിട്ട് 2 ലൈൻസ് ആയിട്ടാണ് വിടണത്. അപ്പം എന്ന് വെച്ചാൽ അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ കവാടാണ്, ഇത് ഈ കാണുന്ന കവാടാണ് പാത്തിലേക്ക് പോകാനുള്ള ഇതാണ്. അപ്പം അവിടേക്ക് എത്തിയപ്പോൾ 2 ഇതായിട്ട് കാണുന്നില്ലേ, 2 ഇതായിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ നിൽക്കരുത്, നിങ്ങൾ പോകണം, സെൽഫി ഒന്നും എടുക്കരുത്, അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞു. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഒരു വാക്കാണ്. ആക്ച്വലി ഇറ്റ്സ് എ വെരി ഹ്യൂജ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത്. അത്രയും ഡിസ്റ്റൻസാണ് ഈ പന്തലാണ്. ഇത് അവർ പിന്നെ ഒന്നും കൂടെ ഉറപ്പിച്ചു അത് എന്ന് വെച്ചാൽ. അപ്പോൾ ഇത്രയും ആൾക്കാർ വരല്ലേ. ബട്ട് ഇറ്റ് വാസ് റിയലി വെൽ മാനേജ്ഡ് ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ. അപ്പോൾ ആൾക്കാരൊക്കെ നിൽക്കണ്ടായിരുന്നു ചുറ്റും, അവിടെ സെക്യൂരിറ്റിയും ഒക്കെ നിൽക്കണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ 2 ദിവസം മുന്നെയാണ്, 3 ദിവസം മുന്നേ ഒരു ദീപം വെച്ചായിരുന്നു അവിടെ. ശ്രീചക്രമൊക്കെ പ്ലേസ് ചെയ്തിട്ട് അത് പൂജിച്ചിട്ട് വെച്ചായിരുന്നു. അപ്പോൾ നമുക്ക് പ്രദക്ഷിണമൊക്കെ വെക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു സ്പോട്ടാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ 3 അമ്പലത്തിൻ്റെയും ബ്രഹ്മ ശിവ വിഷ്ണുവിൻ്റെ നടുക്കിൽ വരുന്ന ഒരു സ്പോട്ടാണ് ഇത്. ആ സ്പോട്ട് നോക്കിയിട്ടാണ് ഇത് വെച്ചേക്കണത്. സോ ഇറ്റ്സ് ലൈക്ക് ലിറ്ററലി വെരി എനർജി പോയിന്റ്. അപ്പം നിങ്ങൾക്കത് ഞാൻ പ്രദർശനം വെക്കണ പോലെ നിങ്ങൾക്കും പ്രദർശനം വെച്ച പോലെ ശരിക്കും പറയാൻ വെച്ചാൽ. അപ്പോൾ അത് എല്ലാ ഒരു കാര്യം. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അമ്മയെ ആരതി കാണാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണിത്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാനൊരു ചെയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കയറി നിന്നിട്ടാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ സ്പീക്കേഴ്സൊക്കെ അത്ര നിറച്ച് നല്ല ദൂരമുണ്ട്. ഇതേ കണ്ടോ, ഞാൻ ചെയറിൻ്റെ മുകളിൽ നിന്നിട്ടാണ് കാണുന്നത്. എത്ര പേരാ, കുറേ പേരുണ്ട്. അപ്പം ഞാനത് അതിൻ്റെ വിഷ്വൽസാണ് ഇതൊക്കെ. ആൻഡ് ഓഫ് കോഴ്സ് ആരതി ഇത്രയും ദൂരത്തുനിന്ന് കാണാൻ മാത്രമല്ല, നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദർ ഇസ് എ സർപ്രൈസ് ഓവർ ദെയർ.
അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഷോർട്സിൽ കണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ദർ ഇസ് എ സർപ്രൈസ്. ബട്ട് ദിസ് ഈസ് ദ ഹ്യൂജ് ക്രൗഡ് ഫോർ ദാറ്റ് ഡേ 24th. അപ്പോൾ ആരതിയും കണ്ടു. ആരതി നല്ല രസമായിരുന്നു ശരിക്കും പറയാൻ. ഞാൻ കണ്ട പുകയൊക്കെ ഇങ്ങനെ പോയിട്ട് നല്ലൊരു അന്തരീക്ഷമായിരുന്നു ശരിക്കും പറയാൻ വെച്ചാൽ. സോ ഇത് പാർട്ട് 1 ആണ്. 24th കാര്യങ്ങളാണ്. ഇനി അടുത്തടുത്ത വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. So thank you for joining me into this Kutti Kumbh Mela series video.